നിങ്ങൾ ഈ നമ്പർ പ്ലേറ്റ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇതൊരു റഷ്യൻ വെഹിക്കിൾ ആണെന്ന്. ഇതിൽ റഷ്യ എന്ന് വ്യക്തമായിട്ട് കാണാം. കൂടാതെ ഈ ടീസറിൽ ഒരു തല അജിത്ത് റെഫറൻസ് കൂടിയുണ്ട്. സോ ഗൈസ്, വിജയുടെ ബർത്ത്ഡേ സ്പെഷ്യലായി വെങ്കട് പ്രഭു വിജയ് ചിത്രം ദ ഗോട്ടിൻ്റെ ഒരു ഷോർട്ട് ടീസർ ഇറങ്ങിയിരുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള കട്ട്സാണ് ഈ ചെറിയ ടീസറിൽ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താം. ഇത് പ്രധാനമായും കാണിച്ചിട്ടുള്ളത് ഒരു ചേസിങ് സീനാണ്. അതായത് വിജയെ ബൈക്കിലും കാറിലൊക്കെയായി വില്ലന്മാർ ചേസ് ചെയ്യുകയാണ്. ഇവിടെ ബൈക്കിൽ നമുക്ക് രണ്ട് വിജയെ കാണാം. ഒന്ന് ഡി ഏജിങ് ടെക്നോളജി ഉപയോഗിച്ച വിജയാണ്, വളരെ യങ് ആയിട്ടുള്ള വിജയ്. മറ്റത് ഒരു മിഡിൽ ഏജ്ഡ് മാൻ. ഇവർ ചേട്ടനും അനിയനുമാകാനുള്ള സാധ്യതയുമുണ്ട്, അല്ലെങ്കിൽ അച്ഛനും മകനുമാകാനുള്ള സാധ്യതയുമുണ്ട്. ആ ബൈക്കിൻ്റെയും മറ്റ് വണ്ടികളുടെയും നമ്പർ പ്ലേറ്റ് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഈ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് റഷ്യയിലാണ്, അല്ലെങ്കിൽ കഥയുടെ ഭൂരിഭാഗവും നടക്കുന്നത് റഷ്യയിലാണ്. ആ നമ്പർ പ്ലേറ്റ് ഒന്ന് വ്യക്തമായിട്ട് നോക്കിയാൽ അതിൽ റഷ്യ എന്ന് എഴുതിയിട്ട് കാണാം. ഇതിൽ വിജയ് ഡബിൾ റോളിലാണെന്ന കാര്യം ഏകദേശം കൺഫേം ആണ്. ചിലപ്പോൾ ഒരു ട്രിപ്പിൾ റോളിലും വിജയെ കാണാം. കാരണം ഇതിൽ കാറിലുള്ള വിജയെ കാണിക്കുമ്പോൾ ഉള്ളത് വേറൊരു ഗെറ്റപ്പാണ്. ആ കാറിലുള്ള വിജയെ കാണിക്കുമ്പോൾ അവിടെ ഒരു പ്രതിഷേധ സമരം നടക്കുന്നതായി കാണിക്കുന്നുണ്ട്. വിജയുടെ കാറിൻ്റെ സൈഡ് ഗ്ലാസ്സിൽ നോക്കിയാൽ നമുക്ക് ചില പ്ലക്കാർഡുകൾ കാണാം. അതിലെന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, പക്ഷേ എന്താണെന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്കെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് മിററിലായതുകൊണ്ട് തന്നെ അത് വ്യക്തമായിട്ട് റീഡ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും എന്തൊരു പ്രതിഷേധമാണ്, ഒരു പ്രൊട്ടസ്റ്റാണ്. ആർക്കെതിരെയെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കഴിയുന്നില്ല. അത് ചിലപ്പോൾ വിജയ്ക്കെതിരെ ആവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൂടാതെ അവസാനത്തെ ചില ഷോട്ടുകൾ വിജയെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നതും കാണാം. വിജയ്ക്ക് നേരെയുള്ള ഒരു അറ്റാക്കും കാണിക്കുന്നുണ്ട്. ഈ രണ്ട് സമയത്തും വിജയുടെ കയ്യിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു ബാഗ് ഉണ്ടെന്ന് കാണാം. ചിലപ്പോൾ എന്തെങ്കിലും രഹസ്യ രേഖയായിരിക്കും അത്. ഇതിനു വേണ്ടിയായിരിക്കും ചിലപ്പോൾ വിജയെ ടാർഗറ്റ് ചെയ്യുന്നത്. അവസാനത്തെ ഷോട്ടുകൾ വിജയെ ഒരു ഷൂട്ടിംഗ് പ്രാക്ടീസിന് ടാർഗറ്റായി വെച്ചിരിക്കുന്ന പോലുള്ള ഒരു സെറ്റപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് വിജയെ ആരോ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ചിത്രം ഒരു ടൈം ട്രാവൽ ചിത്രമായിരിക്കും എന്നൊരു തിയറി കൂടിയുണ്ട്. ഈ ടീസർ കാണുമ്പോൾ അത് തള്ളിക്കളയാനും പറ്റില്ല എന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം, ഇതിലൊരു തല അജിത്ത് റെഫറൻസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ ഒരു ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കിയാൽ AK62 എന്ന് കാണാം. AK62 അഥവാ അജിത്തിൻ്റെ പുതിയ ചിത്രം വിടമുയച്ചി, അതിൻ്റെ ഒരു റെഫറൻസാണ് ഈ ഒരു ബൈക്കിൻ്റെ നമ്പറിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെങ്കട് പ്രഭുവും അജിത്ത് ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു റെഫറൻസ് വെച്ചിട്ടുണ്ടാവുക. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് ടീസർ കണ്ട് മറ്റെന്തെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും റെഫറൻസുകളോ ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ടീസറും ട്രെയിലറും ഒക്കെ ഇറങ്ങുമ്പോൾ കൂടുതൽ ഡീകോഡിങ്ങുമായിട്ട് വരാം. അതുവരേക്കും ബൈ.